അപ്പോൾ മക്കാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഒരിക്കലും മക്കാമിനെ കുറിച്ചല്ല. അവിടുത്തെ പകൽ സമയങ്ങളിൽ സന്ദർശനത്തിന് വരുന്ന വിശ്വാസികൾ ഞങ്ങൾ കണ്ടു. അവരെക്കുറിച്ചുമല്ല പറയുന്നത്. മതം വിറ്റു ജീവിക്കുന്ന, മതത്തെ മറ്റു ചൂഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന, ഈ മക്കാമിനെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ കൂട്ടാളികളെക്കുറിച്ചുമാണ്. ഈ വാർത്ത കൊടുക്കണോ വേണ്ടയോ എന്ന് 100 വട്ടം ഞങ്ങൾ ആലോചിച്ചതാണ്. ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം വെറുതെ ആയിരുന്നെങ്കിൽ, ഈ പറഞ്ഞു കേൾക്കുന്നതെല്ലാം വെറുതെയാണെങ്കിൽ, വെറും കേൾവി മാത്രമാണെങ്കിൽ, വെറും കഥകളാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റായി പോകില്ലേ എന്ന് സംശയിച്ചു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളെന്ന് പറയുന്ന ഈ ആളുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾക്കാനിടയായി. അത് കേട്ടതോടെയാണ് ഇയാളുടെ യഥാർത്ഥ നിറം എന്താണ്, യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് അറിയാൻ കഴിഞ്ഞതും ഈ വാർത്ത കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ വോയിസിൽ അയാൾ പറഞ്ഞ ചില വാക്കുകൾ, അസഭ്യങ്ങൾ, അത് ഒരു സെക്സ് സിനിമയേക്കാൾ ഭയാനകമാണ്. സത്യത്തിൽ ഇയാൾ ഒരു തങ്ങളാണോ എന്ന് തന്നെ സംശയിച്ചു പോകുന്ന വാക്കുകളാണ് ആ വോയിസിലുള്ളത്. അതുമാത്രമല്ല, ആ വോയിസിൽ ഇയാൾ കുറെ ആളുകളുടെ പേര് പറയുന്നുണ്ട്. അതിലൊരു വനിതാ പഞ്ചായത്ത് മെമ്പറുണ്ട്, തൃത്താലയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടെന്ന് പറയപ്പെടുന്നു, മാട്ടായയിൽ തന്നെയുള്ള രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ കുടുംബത്തിൽ നിന്നുള്ള ചിലർ ഇവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇയാളുടെ ശിഷ്യന്മാർ എന്ന് പറയുന്ന മറ്റു പല ആളുകളുമുണ്ട്. കൂറ്റനാടുള്ള ചില സമ്പന്നന്മാർ ഇതിൻ്റെ ഏജന്റുമാരായുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ പേര് വിവരങ്ങൾ പുറത്തു പറയാത്തത് കുറച്ചുകൂടി സോളിഡായ തെളിവുകൾ കിട്ടാനുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. വിശ്വാസപരമായ ഒരു കാര്യത്തിനും സ്വന്തം നാട്ടിലെ പള്ളിയിൽ പോലും പങ്കെടുക്കാത്ത പലരും, പല പുരുഷന്മാരും സ്വലാത്തിന്റെ പേരിൽ രാത്രി ഇവിടെ എത്തുന്നു എന്നതും, പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളുമായി അവർ എത്തിയിരുന്നു എന്നതും ഇത് നാട്ടുകാരിൽ പലർക്കും സംശയങ്ങൾക്ക് ഇടയാക്കി എന്നതുമാണ് ഇവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. അതിനിടയിലാണ് ചില സ്ത്രീ വിഷയങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നു, ഭാര്യാഭർത്തൃ ബന്ധം തകർക്കുന്നു ഇവർ. ഈ ഒരു സ്ത്രീ ഇയാളുടെ അടുത്ത് വന്നാൽ അവരുടെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയാൻ ഇയാൾ ആവശ്യപ്പെടും, ഇയാൾ നിർബന്ധിക്കും. അങ്ങനെ തുറന്നു പറയുന്ന രഹസ്യങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞ് പിന്നീട് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തും, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. ഇങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത പലതും ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തങ്ങളെപ്പോലെയുള്ള ആളുകളെ, ഇത്തരം പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, നമ്മുടെ നാടിന് കഴിയണം. ഞാൻ അവിടെ ചെന്നപ്പോൾ, ഈ തോരക്കുന്ന് മക്കാമിനകത്ത് ചെന്നപ്പോൾ കണ്ട 2 കാഴ്ചകളുണ്ട്. ഈ കാണുന്ന 2 ഗ്രില്ലുകളും ഈ മക്കാമിന് വേണ്ടി ഈ പേരുകാർ സംഭാവന നൽകിയതായിരിക്കാം. അവർ മുസ്ലിങ്ങളല്ല, അവരുടെ വിശ്വാസമാണത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരാശ്വാസം ലഭിക്കും, കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ടാണ് അവർ തങ്ങളുടെ പേര് കൊത്തിവെച്ച ഗ്രില്ലുകൾ ഇവിടേക്ക് സംഭാവനയായി നൽകിയത്. അവരുടെ ആ ഹിന്ദു സഹോദരങ്ങളുടെ വിശ്വാസമോ ആത്മാർത്ഥതയോ പോലും ഇല്ലാത്തവരാണ് തങ്ങളും തങ്ങളുടെ സിൽബന്ധികളും എന്ന് പച്ചക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവരൊന്നും വിശ്വാസികളല്ല, ഇവരൊക്കെ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ വലിയ സങ്കടമാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരിക എന്നത്. പറയുന്നത് ഒരു സമുദായത്തിന് നേതൃത്വം നൽകേണ്ടവരെ കുറിച്ചാണ്. അവരാണ് ഈ പേക്കൂത്ത് കാണിക്കുന്നത്, അവരാണ് ഈ തെമ്മാടിത്തം കാണിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇവരോടൊക്കെ സഹതാപമാണ് തോന്നുന്നത്. ഇവരെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കഥകളൊന്നും പൂർണ്ണമല്ല, ഇതൊന്നുമല്ല ഇവർ, ഇതിലും അപ്പുറമുണ്ട്. പക്ഷെ നമുക്ക് പറയാനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ, ഒരു അന്വേഷണം നടന്നാൽ ഇതിനേക്കാൾ വലിയ രഹസ്യങ്ങൾ പുറത്തു വരും. പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. വിശ്വാസം നമ്മുടെയൊക്കെ മനസ്സിലാണ്. ഇതുപോലെയുള്ള തങ്ങന്മാരുടെ ഉഡായിപ്പുകളിൽപ്പെട്ട ജീവിതം ഹോമിക്കരുത്. മനസ്സിലുള്ള കഥകളൊക്കെ ഉള്ളതുപോലെ ഇവരോട് പറഞ്ഞ് കുടുംബം കൂട്ടിച്ചോറാക്കരുത്. ഇതൊരു അപേക്ഷയാണ്. നിലവിൽ ഇവിടെ ഈ സ്വലാത്ത് നടക്കുന്നില്ല, ഈ തങ്ങളൊന്നും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നില്ല. അന്നത്തെ ആ സംഭവത്തോടു കൂടി സ്വലാത്തെല്ലാം നിർത്തിവെച്ചു. ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത വ്യാഴാഴ്ച തങ്ങളുടെ ശിഷ്യൻ എന്ന് പറഞ്ഞൊരാൾ കുറച്ച് സ്ത്രീകളെയും കൂട്ടി വന്നിരുന്നു. പക്ഷെ നാട്ടുകാർ അവരെയും ഓടിച്ചു വിട്ടു, സമ്മതിച്ചില്ല.
പ്രത്യേകിച്ച് ഇവിടുത്തെ യുവാക്കളാണ് നേതൃത്വം കൊടുത്തത്. അതോടെ എല്ലാം അവസാനിപ്പിച്ച് ഈ തങ്ങളും കൂട്ടരും പടിയിറങ്ങി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് അവർ വീണ്ടും സജീവമാകും. അവർ പുതിയ ഇരകളെ തേടും. എന്തായാലും ഈ നീചന്മാർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ നാട്ടുകാരായ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കുക തന്നെ വേണം. എല്ലാത്തിനോ മജ്ലിസിനോ ഒന്നും ഞങ്ങൾ എതിരില്ല. ഒരു മതത്തിന്റെ വിശ്വാസത്തിനും എതിരെ നിൽക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് കഴിയില്ല. പക്ഷേ ആ സമയത്ത് നട്ടപ്പാതിരക്ക് ആളുകൾക്ക് കടന്നു ചെല്ലാൻ മടിക്കുന്ന വെട്ടവും വെളിച്ചവുമില്ലാത്ത കുന്നിൻ മുകളിൽ സ്ത്രീകളെ വിളിച്ചുകൊണ്ടുപോയി സ്വലാത്ത് എന്ന പേരിൽ നടത്തുന്ന തോന്നിവാസങ്ങൾ അത് അനുവദിച്ചു കൊടുക്കാനാവില്ല. അതിനെ എതിർക്കുക തന്നെ ചെയ്യും.